എന്നും 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 അവളോടൊപ്പം തന്നെയാണ്. എൻ്റെ ശക്തമായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ മുഴുവനും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, മുൻപ് ഈ വിധിയൊക്കെ വരുന്നതിന് മുൻപ് ഒരു 50% ആളുകളെ അവൾക്കൊപ്പം എന്നുണ്ടായിരുന്നുള്ളൂ. വിധിക്ക് ശേഷം കേരളം മുഴുവനും, കേരളത്തിനപ്പുറത്തുള്ളവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശക്തിയും ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഈ കേസ് ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു വ്യക്തി നമ്മളുടെ ഇടയിൽ ഇന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഭാര്യയാണിത്, ബാലേന്ദ്രകുമാറിന്റെ ഭാര്യയാണിത്. പലർക്കും അറിയില്ല. ഇന്ന് എന്നോട് വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചതാ, ചേച്ചി എന്റെ ഭർത്താവ് ഇത്രയേറെ, അദ്ദേഹത്തിന്റെ ജീവൻ പോലും പോയി ഇതിനോടൊപ്പം നിന്നിട്ട്, ആ മനുഷ്യൻ ചെയ്ത പോലെ ഒരു ത്യാഗം സത്യത്തിൽ മറ്റുള്ള എത്ര പേർ ചെയ്തു എന്നറിയില്ല. ഈ നമ്മുടെ അതിജീവിതയോടൊപ്പം സഞ്ചരിച്ച ഓരോരുത്തരും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇങ്ങനെ അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ജീവൻ പോലും. എന്നോട് ബാലേന്ദ്രകുമാർ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്, 41 ദിവസമാണ് ബാലേന്ദ്രകുമാർ കോടതിയിൽ പോയി മൊഴി കൊടുത്തുകൊണ്ടിരുന്നത്, സാക്ഷി വിസ്താരം ഒക്കെ നടത്തിയത്. ഈ 41 ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞത്, ഇത് മുഴുവനും തീർത്തിട്ടേ ഞാൻ ഈ ലോകം വിട്ട് പോവുള്ളൂ ചേച്ചി, എന്നിട്ടേ എന്റെ ജീവൻ എന്റെ ശരീരത്തിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് ആ ബാലേന്ദ്രകുമാറിന്റെ ഭാര്യയാണ്. അവർക്കുണ്ടായ നഷ്ടം വളരെ വളരെ വലുതാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് അവരെ പരിചയപ്പെടുത്തി തരുന്നത്. ഷീബ സംസാരിക്കട്ടെ. നമ്മളൊക്കെ ഒരുപാട് സംസാരിച്ചവരാണ്. ഷീബ 2 വാക്ക് സംസാരിച്ചു. ഞാൻ ഷീബ, ബാലുവിന്റെ വൈഫാണ്. എനിക്ക് പറയാനുള്ളത്, ബാലു ട്രയൽ കഴിഞ്ഞ് 3-ാം ദിവസം, 3ാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്നൊന്നും കിട്ടില്ല എന്നുള്ളത്. കാരണം പ്രതിയോടൊപ്പം, പ്രതി എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. പിന്നെ ഈ കേസിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി ഇപ്പൊ വിചാരിക്കണു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നത് നല്ലതായി തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. എല്ലാരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന്. താമസിച്ചതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. ഇപ്പൊ തോന്നുന്നു അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഇന്നലെ ആയിരുന്നു അദ്ദേഹം പോയിട്ട് 1 വർഷം. നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അത്രേ പറയുള്ളൂ.